നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 11 മുതൽ 18 വരെ പ്രായമുള്ള 3000-ലേറെ പെൺകുട്ടികൾ ഒത്തുചേർന്ന് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തു. നിർഭയരാവുകൾ എന്ന സന്ദേശം ലോകത്തെ പെൺഹൃദയങ്ങളിലേക്ക് എത്തിക്കാനായി മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പ്രദേശത്താണ് അവർ പാടുന്നു എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഹയർ സെക്കൻഡറിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത്. KSRTC പെൻഷൻകാരുടെ പെൻഷൻ വിതരണ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സിന്റെ രാപ്പകൽ സമരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകളുമായാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം കൈയാളുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ നടന്ന DD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുക, വിദ്യാർത്ഥി അധ്യാപക അനുപാതം 1:30, 1:35 കണക്കാക്കി തസ്തിക സൃഷ്ടിച്ച് അധ്യാപകരെ സംരക്ഷിക്കുക, പുതിയതായി അംഗീകാരം നൽകിയ 308 സ്കൂളുകളുടെ അംഗീകാരം റദ്ദു ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് DD ഓഫീസിന് മുൻപിൽ അധ്യാപകർ നടത്തിയ ധർണ CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പാവങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കുക എന്നുള്ള വിശാലമായ താല്പര്യം വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സാമുദായിക സംഘടനകൾ മഹാഭൂരിപക്ഷവും കൈയടക്കുന്നു. അതിന്റെയെല്ലാം തലപ്പത്ത് വലിയ കച്ചവടക്കണ്ണോടുകൂടി രംഗത്ത് വരുന്ന സ്ഥാപിത താല്പര്യക്കാർ രംഗത്ത് വരുന്നു. അതിന്റെയെല്ലാം ഫലമായി വിദ്യാഭ്യാസ മേഖലയാകെ തകർന്നു കിടക്കുന്നു. KSTA ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് K. ഗോപാലൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അലി ഇക്ബാൽ, PP രഘുനാഥ്, VC ഇന്ദിര, K. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക പരിസ്ഥിതിക്കും കാലാവസ്ഥാ മാറ്റങ്ങൾക്കും കാരണമാകുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം ഉയരുന്നു. കൊയിലാണ്ടി കീഴരിയൂർ കീരൻകുന്നിലാണ് വൻതോതിൽ മണ്ണെടുപ്പ്. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റിവരണ്ട് കുടിവെള്ളം പോലും കിട്ടാതായി. ജൈവ വ്യവസ്ഥയ്ക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഖനനത്തിനെതിരെ പരിസ്ഥിതി സ്നേഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ചെങ്കൽ ഖനനത്തെ തുടർന്ന് കീഴരിയൂർ കീരൻകുന്നിൽ നിന്ന് വൻതോതിൽ മണ്ണെടുപ്പ് ആരംഭിച്ചത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. കീഴരിയൂരിലെ മൊത്തം കുന്നിൻ പ്രദേശങ്ങളിൽ വൻതോതിൽ ചെങ്കൽ ഖനനം നടത്തുന്നതും ഇത് ഈ പ്രദേശങ്ങളിലെ പ്രാദേശിക പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും മാറ്റങ്ങൾക്ക് കാരണമാകുന്നതും മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കാലത്തും ജലക്ഷാമം അനുഭവപ്പെട്ടിട്ടില്ലാത്ത ആശാരിക്കണ്ടി, കോറോത്ത്, മണ്ണാടിമ്മൽ, ഉണിക്കാശക്കണ്ടി ഭാഗങ്ങളിലെ കിണറുകളൊക്കെ ഇപ്പോൾ വറ്റിവരേണ്ട നിലയിലാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റ് ഇവിടെ 1 ഏക്കർ 4 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലിയ തോതിൽ മണ്ണെടുത്ത് കടത്താനുള്ള നീക്കമാണ് നാട്ടുകാർ ചെറുക്കുന്നത്. ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വലിയ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ കല്ലുവെട്ടുന്നവർ കീഴടക്കുകയും അവരിവിടെ എല്ലാ സ്ഥലങ്ങളും കല്ലുവെട്ടി പ്രകൃതിയുടെ ജൈവാവസ്ഥ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ ഒരുപാട് മലകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ മലകളൊക്കെയും ഇപ്പോൾ കല്ലുവെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ഈ പ്രദേശത്ത് തന്നെ ട്രസ്റ്റ് ഭാരവാഹികളിൽ ഒരാൾ 2.5 ഏക്കർ സ്ഥലം തന്റെ സ്വകാര്യ ആവശ്യത്തിന് വാങ്ങിയതായും അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ സംശയിക്കുന്നുണ്ട്.
ഇതിനെതിരെ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് കളക്ടർക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളിന്റെ ജോലിഭാരം കുറയ്ക്കുക, 5 വർഷം പൂർത്തീകരിച്ച ജൂനിയർ അധ്യാപകരെ ഉപാധികളില്ലാതെ സീനിയറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചും ധർണയും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നിയമിച്ച ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് ഉടനെ നടപ്പിലാക്കാൻ HSSTA ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളിന്റെ ജോലിഭാരം കുറയ്ക്കുക, 5 വർഷം പൂർത്തീകരിച്ച ജൂനിയർ അധ്യാപകരെ ഉപാധികളില്ലാതെ സീനിയറാക്കുക, PSC വെരിഫിക്കേഷൻ ത്വരിതപ്പെടുത്തി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക, പ്രിൻസിപ്പാൾ നിയമനം ഹയർ സെക്കൻഡറിയിൽ നിന്ന് മാത്രമായി നിജപ്പെടുത്തുക, അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് HSSTA നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മാർച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV ഷിബു, ജില്ലാ സെക്രട്ടറി M സജീവ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K സനോജ്, സംസ്ഥാന കൌൺസിൽ അംഗം P രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ K രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെൺമയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് നിർഭയത്തോടെ ശിരസുയർത്തി സംഘബോധത്തിന്റെ താളത്തെക്കുറിച്ച് അവർ പാടിയത് പുളിക്കൽ നിവാസികൾക്ക് വേറിട്ട അനുഭവമായി. പുളിക്കൽ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടത്തിയ അവർ പാടുന്നു എന്ന പരിപാടിയാണ് വേറിട്ട അനുഭവമായത്. പഞ്ചായത്തിലെ 3000-ഓളം പെൺകുട്ടികളാണ് അണിചേർന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളെ ഒരുമിപ്പിച്ച അവരിലൂടെ ഏകതാബോധവും സംഘടിത ശക്തിയും മതസൌഹാർദ്ദവും സമൂഹത്തിലെത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹിക നീതി വകുപ്പും പുളിക്കൽ പഞ്ചായത്തും ചേർന്ന് അവർ പാടുന്നുവെന്ന ഉണർത്തുപാട്ട് അവതരിപ്പിച്ചത്. സ്ത്രീകൾ നിർഭയരാകണമെന്ന സന്ദേശമാണ് ഉണർത്തുപാട്ട് നൽകുന്നത്. പെൺകൌമാരത്തിന്റെ സംഗീത കൂട്ടായ്മ നടന്നു കയറുന്നത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പടവുകളിലേക്കാണ്. 3000-ലധികം പെൺകുട്ടികൾ ഒന്നിച്ച് ഒരേ വേദിയിൽ 1.5 മണിക്കൂർ ഗാനം ആലപിക്കുന്നത് രാജ്യത്ത് ആദ്യമാണെന്നും ഇവ ചരിത്രരേഖയിൽ പെടുത്തേണ്ടതാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. പുളിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ പെൺപടയും ഒറ്റ മനസ്സാലെ പ്രവർത്തിച്ചതാണ് പരിപാടിയുടെ വിജയം. മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോരാട്ട വീര്യങ്ങൾ പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിൽ നേതൃത്വത്തിന് പോരായ്മ സംഭവിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേളുവേട്ടൻ അനുസ്മരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാദരണീയനായ നേതാവ് കേളുവേട്ടന്റെ ചരമവാർഷിക ദിനത്തിലാണ് കോഴിക്കോട്ട് വെച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോരാട്ടവീര്യത്തെ പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ സംഘാടക നേതൃത്വത്തിന് പോരായ്മകൾ സംഭവിച്ചതായി P മോഹനൻ പറഞ്ഞു. കേളുവേട്ടന്റെ ചരിത്രം പഠിക്കുന്നത് പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ തലമുറക്ക് കേളുവേട്ടൻ ആരായിരുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്നതിൽ, ആ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിൽ ഞാനടക്കമുള്ള നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ഇതിന്റെ ചുമതലക്കാർക്ക് വലിയ പോരായ്മ വരുന്നുണ്ട്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. KRC പിള്ള സ്വാഗതം പറഞ്ഞു. MLA പുരുഷൻ കടലുണ്ടി അടക്കമുള്ള പ്രമുഖർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. 35 ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ 400 പരം മോഡലുകൾ. മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്, ക്യാമറ എന്നിവയുടെ വിശാലമായ കളക്ഷനുമായി 3G മൊബൈൽ വേൾഡ്, സുരഭി മോൾ, നിയർ ബസ് സ്റ്റാൻഡ്, രാമനാട്ടുകര.
Globus Fashion, celebrate you. Globus, a division of Grandmart Group of Companies. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. വാർത്തകൾ തുടരുന്നു. KSRTC പെൻഷൻകാരുടെ പെൻഷൻ വിതരണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. പാവങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ നടന്ന സമരം INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷൻകാരുടെ പെൻഷൻ വിതരണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് KSRTC പെൻഷൻസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 5-നാണ് പെൻഷൻ വിതരണം സർക്കാർ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൻഷൻകാരുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. എന്നാൽ സമരത്തെ തുടർന്ന് സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രാപ്പകൽ സമരം പെൻഷൻകാർ നടത്തുന്നത്. പാവങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് മുമ്പിൽ ആരംഭിച്ച അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ നിർവഹിച്ചു. പലവിധ പ്രയാസങ്ങളുണ്ടാവും, സർക്കാർ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വർഷങ്ങളോളം ജോലി ചെയ്ത് പെൻഷനാവുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത ആര് ഭരിക്കുകയാണെങ്കിലും സർക്കാരുണ്ട്. എല്ലാ മാസവും ആദ്യ പ്രവൃത്തി ദിനം പെൻഷൻ വിതരണം ചെയ്യണമെന്നും മറ്റെല്ലാ പെൻഷൻകാർക്കും എന്ന പോലെ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും യഥാസമയം നൽകണമെന്നും പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. സമരസമിതി ജില്ലാ സെക്രട്ടറി ശശിധരൻ, ജില്ലാ പ്രസിഡന്റ് മൂലാട് രാജൻ, NK രാരിക്കുട്ടി തുടങ്ങിയവർ രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകി. ജില്ലയിലെ 4 ഡിപ്പോകളിൽ നിന്നായി 10ഓളം പെൻഷൻകാരാണ് രാപ്പകൽ സമരം നടത്തുന്നത്. KM ഗോപിനാഥ്, P സത്യനാഥൻ, K രാജൻ, MK രാഘവൻ നായർ, M അശോകൻ, AK നമ്പീശൻ, AK ഭാസ്കരൻ, PC ഭരതൻ, K വിജയലക്ഷ്മി തുടങ്ങിയവരാണ് രാപ്പകൽ സമരം നടത്തുന്നത്. കാഴ്ചയില്ലാത്തവർക്കും ഇനി നിഷ്പ്രയാസം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ ഉപാധിയാക്കി പരിമിതികളെ അതിജീവിക്കാനുള്ള പരിശീലനത്തിന് കുണ്ടായിത്തോട് അന്ധ പുനരധിവാസ കേന്ദ്രത്തിൽ തുടക്കമായി. ബ്ലൈൻഡ് ഫെഡറേഷൻ യൂത്ത് ഫോറമാണ് ആൻഡ്രോയിഡ് ടെക്നോളജി പരിശീലനത്തിലൂടെ വിരൽത്തുമ്പിൽ വിവരങ്ങൾ അറിയാൻ കാഴ്ച പരിമിതിയുള്ളവരെ പ്രാപ്തരാക്കുന്നത്. ടോക്ക്ബാക്ക് എന്ന സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നത്. കാഴ്ചശക്തിയില്ലാത്തവർക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും പ്രവർത്തിപ്പിക്കാനാകുമെന്ന് തെളിയിക്കുകയാണിവർ. വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ തുടങ്ങിയ 25 പേരെയാണ് ആദ്യഘട്ടത്തിൽ ആൻഡ്രോയിഡ് ടെക്നോളജി പരിശീലിപ്പിക്കുന്നത്. കായംകുളം സ്വദേശി B അനിൽകുമാർ, കാക്കഞ്ചേരി സ്വദേശി M രഞ്ജിത്ത്, ഇടുക്കി സ്വദേശി ജിൽസൺ സെബാസ്റ്റ്യൻ എന്നിവരാണ് പരിശീലകർ. ആൻഡ്രോയിഡ് ഫോണുകളിൽ സെറ്റിംഗ്സിലെ ആക്സിബിലിറ്റിയിലുള്ള ടോക്ക്ബാക്ക് പ്രവർത്തനക്ഷമമാക്കിയാണ് പുതിയ സംവിധാനം ഉപയോഗപ്രദമാക്കുന്നത്. ഇതുവഴി പരസഹായമില്ലാതെ ഇന്റർനെറ്റിൽ വിവിധ കാര്യങ്ങൾ നിറവേറ്റാനും ഓൺലൈനിൽ മലയാളം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വായിക്കുവാനും ഇവർക്ക് കഴിയും. സ്മാർട്ട് ഫോണുകൾ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അവരുടെ വഴികാട്ടിയെ പോലെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ പോലെ എങ്ങനെ ഫോൺ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ധാരണ ആളുകളിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഇത്തരത്തിലൊരു ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. GPS നാവിഗേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ സ്ഥലങ്ങളും വഴിയും മനസ്സിലാക്കി സഞ്ചരിക്കാനാകുമെന്നതാണ് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് കാഴ്ച പരിമിതിയുള്ളവർക്ക് യാത്രയ്ക്ക് ഏറെ പ്രയോജനകരമാകും. മാത്രമല്ല, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലും ഇവർക്ക് സജീവമാകാനാകും. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗം പഠിക്കുന്നതോടെ ഇരുട്ടും വെളിച്ചവും നിറങ്ങളും തിരിച്ചറിയുന്നതുൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തി പരിമിതികളെ മറികടക്കാനുള്ള ഒട്ടേറെ സാധ്യതകളുമുണ്ട്. KBF യൂത്ത് ഫോറം പ്രസിഡന്റ് C സജീവൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. M സുധീർ അധ്യക്ഷനായിരുന്നു. K നിസാബുദ്ദീൻ, ട്രെയിനിംഗ് സെന്റർ സൂപ്രണ്ട് K വിനോദ്, P ലീല, M സക്കീർ എന്നിവർ സംസാരിച്ചു. 3 ദിവസത്തെ ക്ലാസുകൾക്ക് പുറമെ ആൻഡ്രോയിഡ് ഫോണിൽ ടോക്ക്ബാക്ക് പ്രവർത്തനക്ഷമമാക്കിയുള്ള പരിശീലനവും നൽകുന്നുണ്ട്.
വിദേശ വ്യാപാര നയം സംബന്ധിച്ച് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CA മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 2015 മുതൽ 2020 വരെയുള്ള വിദേശ വ്യാപാര നയത്തെക്കുറിച്ചുള്ള ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. PV സാമി മെമ്മോറിയൽ ഹാളിൽ നടന്ന ബോധവൽക്കരണ ശില്പശാലയുടെ ഉദ്ഘാടനം മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CA മോഹൻ നിർവഹിച്ചു. വിദേശ വ്യാപാര നയത്തെക്കുറിച്ചുള്ള ആമുഖ ഭാഷണം FIEO ഫാക്കൽറ്റി പ്രൊഫസർ KR നാഥ് നിർവഹിച്ചു. തുടർന്ന് വ്യാപാര നയവുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളും സംഘടിപ്പിച്ചു. ECGC ലിമിറ്റഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജയപ്രകാശ് മേനോൻ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി MA മെഹബൂബ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ AK വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം പരപ്പനങ്ങാടി ചാപ്പപ്പടിയിൽ ദിവസങ്ങളായി തുടരുന്ന കടലാക്രമണത്തിൽ ഖബർസ്ഥാനും മറ്റ് കെട്ടിടങ്ങളും തകർന്ന സാഹചര്യത്തിൽ മേഖലയിൽ ഉടൻ കോൾവാൾ നിർമ്മിക്കുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ് കടൽക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടലാക്രമണം രൂക്ഷമായി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ച പരപ്പനങ്ങാടി ചാപ്പപ്പടിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ PK അബ്ദുറബ്ബ് സന്ദർശനം നടത്തിയത്. ചാപ്പപ്പടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലെ നിരവധി ഖബറുകൾ കടലെടുത്ത സാഹചര്യത്തിൽ സീവാൾ നിർമ്മിക്കുന്നതിനു പകരം താൽക്കാലിക അടിയന്തര സംവിധാനമെന്നോണം ടെൻഡർ വിളിക്കാതെ തന്നെ ചെയ്യാവുന്ന കോർവാൾ നിർമ്മിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഇതിനായി തിരുവനന്തപുരത്ത് മന്ത്രിതല ചർച്ച നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇവിടെ കടലാക്രമണം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയും സ്ഥലം സന്ദർശിച്ച് വാൾ കൺസ്ട്രക്ഷൻ ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. കോർവാൾ നിർമ്മിക്കുന്നതോടെ കബറിടം സംരക്ഷിക്കാൻ നടപടി വേണമെന്നുള്ള ആവശ്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ജമാൽ, മത്സ്യബോർഡ് ചെയർമാൻ ഉമ്മർ ഒട്ടുമൽ, പഞ്ചായത്ത് അംഗം PO മുഹമ്മദ്, അലി തെക്കേപ്പാട്ട തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies. വാർത്തകൾ തുടരുന്നു. എക്സൈസ് വകുപ്പും കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡും സംയുക്തമായി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്ഷേമനിധി സംബന്ധിച്ച് ക്ഷേമനിധി ഇൻസ്പെക്ടർ KS ഗിരീഷും അബ്കാരി നിയമം സംബന്ധിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ VM സലീമും ക്ലാസ് എടുത്തു. എക്സൈസ് വകുപ്പിന്റെയും കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് MC നാണുവേട്ടൻ സ്മാരക ഹാളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തൊഴിലാളികൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയുടെ പ്രവർത്തനത്തെയും തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളെപ്പറ്റിയും കോഴിക്കോട് ക്ഷേമനിധി ഇൻസ്പെക്ടർ KS ഗിരീഷും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അബ്കാരി നിയമവും അതിന്റെ നടപടിക്രമങ്ങളും എന്ന വിഷയത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VM സലീമും ക്ലാസ് നയിച്ചു. ഈ ഷാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉടമയിൽ നിന്ന് 3 മാസത്തെ ക്ഷേമനിധി വിഹിതം നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെക്കും. കൂടാതെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ 1 മാസത്തെ വേതനവും 1 മാസത്തെ ക്ഷേമനിധി ഫണ്ടും അത് വാങ്ങിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ലൈസൻസി ഈ ഷാപ്പ് എടുക്കുന്നത്. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU മുൻ മെമ്പർ PA ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ CITU ജോയിന്റ് സെക്രട്ടറി AV സദാശിവൻ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി മംഗളാനന്ദൻ, സഹകരണ സംഘം സെക്രട്ടറി ML ബിനീഷ്, യൂണിയൻ ട്രഷറർ KK മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
തിരുവനന്തപുരത്ത് വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്ന കെട്ടിടം തിരിച്ചെടുക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ കെ മൊയ്തീൻ കോയ. കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് സൃഷ്ടിച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ KURDFCക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. മറ്റ് കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഒരു വർഷമായി അവർക്ക് സമയവും അനുവദിച്ചിട്ടിരുന്നു. പക്ഷെ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. പൊഴിയാട് ഗവൺമെന്റ് നൽകിയുള്ള കാലാവധി കഴിഞ്ഞ വർഷം മെയ് 30-നാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ് മെച്ചപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന പദ്ധതികൾക്ക് KURDFC 61 കോടി രൂപ വായ്പ അനുവദിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയാണിത്. 3 വർഷത്തിനകം 142 കോടിയാണ് വായ്പയായി അനുവദിച്ചത്. മുൻ വർഷത്തേക്കാൾ KURDFCയുടെ ലാഭം 1 കോടി വർദ്ധിച്ച് 3.88 കോടിയിൽ എത്തിയതായും ചെയർമാൻ വ്യക്തമാക്കി. പലിശ നിരക്കിൽ 1% കുറയ്ക്കാനുള്ള ഡയറക്ടർ ബോർഡ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമാകുന്ന നടപടിയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ 4 വർഷത്തെ ഭരണ നേട്ടങ്ങളും ജനസേവനങ്ങളും വേണ്ടത്ര ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണെന്ന് ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ദൌർബല്യങ്ങളായി കണക്കാക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. മുതലക്കുളം മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ജാഥയുടെ ക്യാപ്റ്റൻ KPA മജീദിന് UDF ഘടകകക്ഷി പാർട്ടികളുടെ പതാകകൾ വീരേന്ദ്രകുമാർ കൈമാറി. UDF സർക്കാരിന്റെ നേട്ടങ്ങൾ വേണ്ടത്ര ജനങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. 2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ നിലവിൽ വന്ന സർക്കാർ തന്റെയിടത്തോടെ പ്രശ്നങ്ങളെ നേരിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണിക്കകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഘടകകക്ഷികൾ ജനാധിപത്യ പാർട്ടികളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ ദൌർബല്യമായി കണക്കാക്കേണ്ടതില്ലെന്നും മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങളെക്കാൾ വലുതാണ് രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളിയെന്നും സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും തകർക്കുകയാണ് മോദി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ധാരാളം ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള സർക്കാരിന്റെ നേട്ടങ്ങളും നടത്തിയ ജനസേവനത്തെക്കുറിച്ച് വേണ്ടത്ര ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ദൗർബല്യങ്ങളായി കണക്കാക്കേണ്ടത് ആവശ്യമില്ല. UDF കൺവീനർ PP തങ്കച്ചൻ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, മന്ത്രി MK മുനീർ, MK രാഘവൻ MP, MLA-മാരായ VM ഉമ്മർ മാസ്റ്റർ, അബ്ദുറഹിമാൻ രണ്ടത്താണി, മനയത്ത് ചന്ദ്രൻ, MC മായൻ ഹാജി, PKK ബാവ, KC അബു, തോമസ് ചാഴിക്കാടൻ, KP കുഞ്ഞിക്കണ്ണൻ, T സിദ്ദിഖ്, CK സുബേർ, സലീം അടവൂർ, KP രാജൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. 3G മൊബൈൽ വേൾഡിന്റെ ഏറ്റവും പുതിയ ഷോറൂം രാമനാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 3Gയുടെ 24ാമത്തെ ഷോറൂമാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്ഘാടന ദിവസത്തെ പർച്ചേസ് ലാഭം 3G ഈടാക്കിയില്ല. സിനിമാ താരം ഹണി റോസ് 3Gയുടെ രാമനാട്ടുകര ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3G മൊബൈൽസിന് എനിക്ക് തോന്നുന്നു ഇവരുടെ 24th ഷോപ്പാണ് ഇത്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, കണ്ണൂർ പോയിട്ടുണ്ട് ഇനാഗ്രേഷന്. സോ വീണ്ടും എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് പ്രത്യേകം താങ്ക്സ്. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മൊബൈലിന്റെ 24ാമത്തെ ഷോറൂമിന് ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞു നന്ദി. എല്ലാവരും ഹാപ്പിയല്ലേ അണിബസിനെ കാണാൻ വന്നത്? ഓക്കെ അല്ലേ? ഇതോടനുബന്ധിച്ച് ബമ്പർ പ്രൈസായ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ നറുക്കെടുപ്പും ഹണി റോസ് നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി IT മൊബൈൽ ഫോൺ വിപണന രംഗത്തെ ഗുണമേന്മയ്ക്കുള്ള അവാർഡ് നേടിയ 3G 2006 നവംബർ 1 കോഴിക്കോട് ഡെൽമ ബിൽഡിംഗിലാണ് തങ്ങളുടെ ആദ്യത്തെ ഷോറൂമിന് തുടക്കം കുറിച്ചത്. 3G MD AK ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ന് 3G മൊബൈൽ വേൾഡ് കേരളത്തിലെ ഏറ്റവും മികച്ചതും വലുതുമായ ഷോറൂം ശൃംഖലയായി വളർന്നു കഴിഞ്ഞു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായി 24ഓളം ഷോറൂമുകളുമായി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞ 3G മലപ്പുറത്തും ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്.
മഞ്ചേരി, പെരിന്തൽമണ്ണ, കോട്ടക്കൽ, മലപ്പുറം, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലായി 5 ഷോറൂമുകളാണ് മലപ്പുറത്ത് തുടങ്ങുന്നത്. കേരളത്തിൽ എല്ലായിടത്തുമായി 100 ഷോറൂമുകൾ തുറക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. എല്ലാവിധ ആക്സസറീസുകളും റിപ്പയർ ആൻഡ് സർവീസിംഗും 3G ലഭ്യമാണ്. കൂടാതെ 0% തവണ വ്യവസ്ഥയിൽ ഫിനാൻസ് സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾക്കൊപ്പം കമ്പനികൾ ഒരുക്കുന്ന ഓഫറുകൾക്ക് പുറമെ 3Gയും പ്രത്യേക സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നുണ്ട്. എല്ലാ ഷോറൂമുകളും ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ 3G MD AK ഷാജി, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, GTech MD മെറൂഫ് മണലൊടി, സ്വദേശി MD സക്കീർ ഹുസൈൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ക്വിസിലെ ലോക ചാമ്പ്യനെ കണ്ടെത്താൻ ലോകമെമ്പാടും 150ഓളം നഗരങ്ങളിൽ ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 12ാമത് ലോക ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 6 ശനിയാഴ്ച നടക്കും. മത്സരം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് ക്വിസ് കേരളയും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും സംയുക്തമായാണ്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജാണ് കേരളത്തിലെ ഏക വേദി. ജൂൺ 5 രാവിലെ MK രാഘവൻ MP അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കും. കേരള വിധവാ സംഘം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കും. വിധവയായി മാറേണ്ടി വന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും പുനരധിവാസം, ജീവിത സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന കേരള വിധവാ സംഘത്തിന്റെ 4ാമത് സംസ്ഥാന സമ്മേളനം മെയ് 23, 24 തീയതികളിൽ കോഴിക്കോട് വെച്ച് സ്റ്റേറ്റ് കൌൺസിൽ മീറ്റിംഗ്, പ്രതിനിധി സമ്മേളനം, വിധവാ മാതൃസംഗമം എന്നീ പരിപാടികളോടെയാണ് നടത്തുകയെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലയാള നാടകവേദിക്ക് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തി 2015 പ്രഥമ KT രവി അവാർഡ് നാടക പ്രവർത്തകൻ സുന്ദരൻ കല്ലായിക്ക് നൽകുമെന്ന് ചേവരമ്പലം യുവജന സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. 10,000 രൂപയും രാജേഷ് നെച്ചൂളി രൂപകൽപ്പന ചെയ്ത ഫലകവുമാണ് അവാർഡ്. മെയ് 23 തീയതി നടക്കുന്ന ചടങ്ങിൽ മാമുക്കോയ അവാർഡ് ദാനം നിർവഹിക്കും. കഴിഞ്ഞ 2 ദശകങ്ങളായി കേരളത്തിന്റെ തീരദേശ മേഖലയിൽ സജീവമായി ഇടപെട്ടുവരുന്ന മിത്ര സമൃദ്ധി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമൃദ്ധി ഫുഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 22 മുതൽ 24 വരെ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ വെച്ച് നാടൻ ഭക്ഷ്യ മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് മിത്ര സാരഥികൾ പറഞ്ഞു. അഴിമതിരഹിതവും കാര്യക്ഷമവുമായ മുനിസിപ്പൽ സർവീസ് എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ച് ജനപക്ഷ ജനസൌഹൃദ നഗരസഭകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ KMCSUവിന്റെ 48ാം സംസ്ഥാന സമ്മേളനം മെയ് 22 മുതൽ 24 വരെ കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. 22 രാവിലെ 10:30 മണിക്ക് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസമായ മെയ് 23 11 മണിക്ക് നവ ലിബറൽ നയങ്ങളും അധികാര വികേന്ദ്രീകരണവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. മെയ് 24 വനിതാ സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്യും. ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഗവൺമെന്റ് സ്ഥാപനമായ അനർട്ടുമായി സഹകരിച്ച് വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അവസരമൊരുക്കുന്നു. 50%-ലധികം സബ്സിഡി ലഭിക്കുന്ന ഈ പദ്ധതി നഗരത്തിലെ എല്ലാ വീടുകളിലും നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നഗരത്തിന്റെ ഏറ്റവും വലിയ ശാപമായ മാലിന്യ പ്രശ്നത്തിന് വലിയൊരളവിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് 22 കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് നിർവഹിക്കും. റംസാൻ മാസത്തിൽ പകൽ സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ ആചരിക്കുന്ന റംസാൻ വ്രതാനുഷ്ഠാനം വിശുദ്ധ ഖുർആന് വിരുദ്ധമാണെന്ന് തെളിവുകൾ ഉദ്ധരിച്ച് പുസ്തകം പുറത്തിറക്കുന്നു. നോമ്പിന്റെ യാഥാർത്ഥ്യം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകം KSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ M അബ്ദുൾ ജലീലാണ് രചിച്ചിരിക്കുന്നത്. പുസ്തക പ്രകാശനം മെയ് 22 വെള്ളിയാഴ്ച 11 മണിക്ക് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്തെ KSS സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രശസ്ത ഗായകൻ VM കുട്ടി നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ. ഹയർ സെക്കൻഡറിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത്. KSRTC പെൻഷൻകാരുടെ പെൻഷൻ വിതരണ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സിന്റെ രാപ്പകൽ സമരം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്,
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. വരൂ, നിങ്ങളെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. Globus Fashion. Celebrate you.